നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന് നേരെ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറുമായി ബന്ധപ്പെട്ട വിവരങ്ങളടങ്ങിയ പെന്റഗൺ റിപ്പോർട്ട് ചോർത്തിയ വ്യക്തിയെ തേടിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റ് ഹൌസ്. ഇറാന്റെ ആണവ കോട്ടയായ ഫോർഡോ ഉൾപ്പെടെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബുകൾ വർഷിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പുറത്തായത്. തിങ്കളാഴ്ച ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് സമ്മതിക്കുന്നതിന് മുമ്പാണ് റിപ്പോർട്ട് ചോർന്നത്. പിന്നാലെ ആരാണ് റിപ്പോർട്ട് ചോർത്തിയത് എന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. യാതൊരുവിധ തെളിവും ഇല്ലാതെ തന്നെ ഡെമോക്രാറ്റുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് എന്ന വിമർശനവും ഉയരുന്നു. ഇതുമായി ബന്ധപ്പെട്ടവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും ട്രംപിന്റെ ഭീഷണിയുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കിലേക്കുള്ള പെർഫെക്റ്റ് ഫൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയത് ഡെമോക്രാറ്റുകളാണ്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. എന്താണ് പെന്റഗൺ റിപ്പോർട്ടിൽ പറയുന്നത്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിന് പിന്നാലെ ഇറാന്റെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണശാലയും രാജ്യത്തിന്റെ ആണവക്കോട്ടയുമായ ഫോർഡോയെയും പൂർണ്ണമായും ഇല്ലാതാക്കിയതായാണ് ട്രംപ് തുടക്കത്തിൽ വാദിച്ചത്. എന്നാൽ DIA തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് തുടക്കത്തിൽ അവകാശപ്പെട്ടതുപോലെ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ തടസ്സപ്പെടുത്തിയിരിക്കില്ല എന്നാണ്. ഇതോടെ റിപ്പോർട്ട് ലോകമാകെ ചർച്ചയാകുകയും ഇത് ട്രംപിനെയും അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും പ്രകോപിപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ട് അപൂർണമാണെന്നാണ് ട്രംപ് ഭരണകൂടവും വാദിക്കുന്നത്. CIA, നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എന്നിങ്ങനെ മറ്റ് ഇന്റലിജൻസ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള സംഭാവനകളില്ലാതെയാണ് DIA റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് പ്രാഥമിക വിവരങ്ങളെ മാത്രം ആശ്രയിച്ചാണെന്നും പൂർണ്ണമായ വിലയിരുത്തൽ ആയിരുന്നില്ല എന്നും വൈറ്റ് ഹൌസ് പറയുന്നു. ഒരു ദിവസത്തെ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നത്. ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസമായിരുന്നു അത്. അതിനാൽ വ്യക്തമായും പൂർണ്ണമായ ഒരു വിലയിരുത്തലല്ല എന്നും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയം ശേഖരണം ഫോർഡോയിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടില്ലാത്തതിനാൽ അതിൽ ഭൂരിഭാഗവും അമേരിക്കയ്ക്ക് സ്പർശിക്കാൻ പോലും ആയില്ല എന്ന് യൂറോപ്യൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് ഈ അവകാശവാദങ്ങൾ നിരാകരിക്കുകയും അമേരിക്കയുടെ വിജയം കുറച്ചു കാണിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായും കുറ്റപ്പെടുത്തുകയുണ്ടായി. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിക്ക് കാര്യമായ നാശം സംഭവിച്ചിട്ടുണ്ടെന്നും അത് വീണ്ടെടുക്കാൻ വർഷങ്ങളെടുക്കുമെന്നുമാണ് പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വ്യോമ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി CIA ഡയറക്ടർ ജോർജ് റാറ്റ്ക്ലിഫ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു.